കാലിനൊക്കെ പുണ്ണായിട്ടുണ്ടെന്നാ പറയുന്നത്. ഇതിലൂടെ വന്നോണ്ടാണ് ഈ കാലിന് ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായത്. ഇതിലെ കൂടെ വഴി നീള പ്ലാസ്റ്റിക്കും കിട്ടും, പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വഴിക്കുന്ന കിട്ടുന്ന പറയുന്നത്. സൈഡില് മറ്റുള്ള സ്ഥലമെല്ലാം നല്ല വൃത്തിയുണ്ട്, ഈ ഭാഗം ആരും വൃത്തിയാക്കാൻ. എന്താണ് പറയുക വെച്ചാൽ ഒന്ന് വീഡിയോയിലൊന്ന് പറയോ. നമ്മളിത് സോഷ്യൽ മീഡിയയിൽ അതിന്റെ ആൾക്കാരിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതുവരെ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടായിനോ? ആരും നമ്മളാരോടാ പറയണ്ടേ, നമ്മളാരോട് പറയാനാ? നമ്മൾ ഈ ചളിയിലെ കൂടി വൈകുന്നേരം വരുമ്പോ ഇങ്ങനെ. എന്നാ ചേച്ചിന്റെ പേരെന്നാ? ഓ, പ്രേമ. പ്രേമ എന്ന പേര്. എവിടെയാ വർക്ക് ചെയ്യുന്നത്? നൈന കമ്പനിയില. അപ്പൊ നിങ്ങൾ ഡെയിലി ഇതിലൂടെയാണ് ജോലിക്ക് പോകും വരും ചെയ്യുന്നത്? ഇതിലെ കൂടി അല്ലാണ്ട് വേറെ നമുക്ക് വഴിയില്ല അല്ലേ? പിന്നെ അങ്ങനെ വളഞ്ഞു പോകും, മണിക്കൂറുകളോളം നടക്കണം. അതെ അല്ലേ? അപ്പൊ ഇതുവരെ ഈ ഒരു പ്രശ്നത്തിന് കുറെ വർഷമായല്ലേ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? ഇത് കഴിഞ്ഞല്ലോ ഇതേപോലെ. ഇക്കെല്ലാം കുറവാണ് മഴയില്ലാതുകൊണ്ട്. അതെ അല്ലേ? അല്ലേ, ഇനിയിപ്പോ മഴ വരാൻ പോകുന്നല്ലേ ഉള്ളൂ. അന്നേരല്ലേ ശരിക്കുള്ള അതിന്റെ വിഷമം അറിയാൻ വേണ്ടി പോകുന്നത്. ശരിയാക്കി തന്നില്ലെങ്കിൽ നമുക്കൊന്ന് വൈകുന്നേരം വരുമ്പോ ഇങ്ങനെ ശരിക്കും നടന്ന് വരായിരുന്നു. അതെ അല്ലേ? നോക്കാം നമുക്കത്. അതിന്റെ ആൾക്കാർ അത്രയും പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ചെയ്തു തരാനുള്ള ഒരു സംവിധാനം നമുക്ക് നോക്കാം. ഓക്കെ എന്നാ. ഹായ്, ഞാൻ രാഗി. ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്ന കാര്യത്തിന്റെ ഗൗരവം എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഈ വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ജനസേവന കേന്ദ്രമില്ല, ഇരുമ്പന്തിട്ട് വാങ്ങിച്ചാലും അപ്പുറത്തെ സ്റ്റോപ്പില്ലേ മന്തപ്പൻ്റെ അങ്ങോട്ട് വന്ന്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൂടി ആ കൊല്ലൻ്റെ ആ റോഡില്ലേ, നമ്മളെ മുമ്പ് തന്നെ ഇന്നോവ കാറിലെല്ലാം 8-9 ചാക്കെല്ലാം വലിച്ചാടിക്ക്, കച്ചറ ചാക്ക് വലിച്ചാടിക്ക് പോകുന്നത്. അപ്പോൾ ഈ ചളിക്കട്ട ഉണ്ടല്ലോ, നമുക്ക് ഒറ്റപ്പിരുത്തിന് നടക്കാൻ കഴിയില്ല, ഭയങ്കര ചൊറിച്ചിലാണ്. അതിൻ്റെ അടുത്താണ് ഹിന്ദിക്കാരെ ഒരു കമ്പനി, ഫുള്ള് ഹിന്ദിക്കാരാണ്. അപ്പോൾ ആയിട്ടുള്ള മൂത്രമൊഴിച്ചിടും. നമ്മളെ മുമ്പ് തന്നെ മൂത്രമൊഴിക്കും, സൈഡിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ മൂത്രമൊഴിക്കുന്നുണ്ടോ. ഈ വെള്ളം ഒഴുകിയിട്ട് ഇങ്ങനെ ഇടവന്ന് കെട്ടിക്കിടന്ന് പറഞ്ഞാൽ നമ്മളെ പാദം മുങ്ങിയിട്ട് അതിന് മുകളിലോട്ടുണ്ടാവും. ഞാൻ വേണ്ടിയിട്ട് നമ്മൾ സമയത്ത് എത്തൂലല്ലെങ്കിൽ. അപ്പം ഞാൻ 2-3 പ്രാവശ്യം പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് വരുമായിരുന്നു. എന്നിട്ട് ഈ കവർ ഇട്ടിട്ടാണ് ഞാൻ കിടക്കല. അത്രയും നമുക്ക് ചൊറിച്ചലെല്ലാം. ഞാനെന്നിട്ട് വെച്ചാൽ ആ കുഞ്ഞിനോടൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓളോട് ഒരിക്കൽ വണ്ടി എടുത്തിട്ടൊന്ന് ആ റൂട്ടിലൊന്ന് പോകാൻ പറയാം. ഈ നിങ്ങളിപ്പോൾ കണ്ട സ്ഥലം വേറെ എവിടെയല്ല. ഇത് വരുന്നത് ധർമ്മശാല എഞ്ചിനീയറിംഗ് കോളേജിന്റെ തൊട്ടടുത്ത് വരുന്ന പ്രദേശം തന്നെയാണ്. ഞാൻ ഇവിടെ മാക്സ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ അനിത, ഇവിടെ മാക്സ് കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ്, 2 വർഷമായി. ഇവിടെ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇതിലൂടെ യാത്ര ചെയ്യുന്നവരെ നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. അപ്പോൾ അവരെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമുക്ക് അവരെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കാം. എന്താണ് പറയാനുള്ളത് ഈ ഒരു റോഡിലൂടെ ഡെയിലി ഇങ്ങനെ യാത്ര ചെയ്യുന്നത്? എന്താണ് ഇവിടുത്തെ? ഞാനെല്ലാം പറഞ്ഞാൽ 15 വർഷത്തോളായി ഇതിനെ കൂടി എന്നെ യാത്ര ചെയ്യുന്നത്. പക്ഷേ ഈ മദ്യം അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞത്, കാരണം മൈക്കില്ലാത്തതുകൊണ്ട് നമുക്കിത് എന്താണ് പറയുന്നത് നമുക്ക് ആൾക്കാരുടെയൊക്കെ എത്തണ്ടേ. അതിൻ്റെ അധികാരികളൊക്കെ എത്തിയാലേ നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ മൈക്കില്ല, ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. ഒന്ന് നിങ്ങൾ അതിലേക്കൊന്ന് നോക്കിയിട്ടൊന്ന് സംസാരിച്ചോ. ഈ മതിൽ ഇങ്ങനെ ഇപ്പോൾ ഈ കെട്ടിയത് കഴിഞ്ഞാൽ പിന്നെയാണ് ഈ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്നത്. പക്ഷേ അതിലെ കൂടെയുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു ഓൾസ് മാതിരി ആക്കിയിന്, അതിലെല്ലാം വെള്ളം പോകുന്നുണ്ട്, എന്നാലും പിന്നെ ഇവിടെ തന്നെ കെട്ടിക്കിടക്കുക. ആരുടെയെങ്കിലും അടുത്ത് നിങ്ങൾ ഇത് കംപ്ലൈന്റ് കൊടുത്തിനോ, അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു? വാട്സപ്പിലെല്ലാം പറഞ്ഞില്ലേ? വാട്സപ്പിൽ പറഞ്ഞു. മഴ പെയ്താൽ ഈ വഴി മുഴുവൻ ചളി നിറഞ്ഞ് യാത്ര ദുരിതമാകുന്നു. നടന്നു പോകുന്നവർക്ക് വഴുതി വീഴുമോ എന്നുള്ള ഭയവും ഉണ്ടാവാം. ഇരുചക്ര വാഹനങ്ങളിലും കാറുകളിലും പോകുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടി വരുന്നത്. കുട്ടികൾ, വയോധികർ, ജോലിക്ക് പോകുന്നവർ തുടങ്ങി എല്ലാവരും ഈ ഒരു ദുരിതം ദിവസവും സഹിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, റോഡരിയിലെ കുറ്റിച്ചെടികളും കാടും നിയന്ത്രണമില്ലാതെ വളർന്നു കിടക്കുകയാണ്. ഇവിടെ വൈദ്യുതി ലൈനുകളിലേക്കും വള്ളിച്ചെടി പടർന്ന് എത്തിയിട്ടുണ്ട്. ഇതും മഴക്കാലത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തിരമായി കാട് വെട്ടി വൃത്തിയാക്കി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. നിരവധി തൊഴിലാളികൾ ജോലിക്ക് പോകുന്ന ഒരു റോഡാണിത്. ഈ സമീപത്തായി ഒരുപാട് കമ്പനികളുണ്ട്. അതായത് മൈദ കമ്പനിയുണ്ട്, അതുപോലെ തന്നെ മരക്കമ്പനികളുണ്ട്, പ്ലൈവുഡ് ഉണ്ട്, ബേക്കറി പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ബേക്കറി വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഒരുപാട് ഈ പ്രദേശത്തുള്ളതും ദൂരെ വരുന്നതുമായ ഒരുപാട് ലേഡികളടക്കം ഈ ഒരു റോഡിലൂടെയാണ് ഡെയിലി ജോലിക്ക് പോകുന്നതായിട്ട് അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ ഇപ്പോൾ കണ്ടല്ലോ. ഈ മഴ പെയ്തതുകൊണ്ട് തന്നെ ഇവിടെ ആകെ ചളിക്കുളമായിട്ട് അവസ്ഥയാണുള്ളത്. മഴ പെയ്യാത്തപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ് ഇതിലൂടെ പോകാൻ തന്നെയാണ് ആൾക്കാർ പറയുന്നത്. കാരണം ഒരുപാട് നായ്ക്കളുടെ ശല്യം നന്നായിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് മഴ പെയ്താകെ ചളിക്കുളമായ അവസ്ഥയാണ്. ഇതിലൂടെ പോകുന്ന സമയത്ത് അവർ പ്രത്യേകിച്ച് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ചെരുപ്പിട്ടിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ആ വെള്ളത്തിലൂടെ നനയാതെ അവർക്ക് ആ അടുത്ത സൈഡിലേക്ക് അവർക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്.
സ്ഥിരമായിട്ട് പോകുന്ന വഴിയായത്. ഞങ്ങൾ ഇതേപോലെ ഈ ചളി നമ്മൾ ഈ ചളിയും വെള്ളവും കാരണം നമ്മൾ വഴി മാറിയിട്ട് അപ്പുറത്തെ കൂടെ വഴിയും പോക്കാറുണ്ട്. വഴി മാറിയിട്ട് ഇപ്പം ഇപ്പുറത്തി ആയിട്ട് പോകുന്നു. ഇപ്പം കൂടെ നമുക്ക് പറ്റാത്ത കൊണ്ടാണ് ഇപ്പം അതിലെ കൂടെ എല്ലാം പോകുന്നു. ഇത് നിങ്ങൾ സ്ഥിരം പോകുന്ന റോഡാണോ? പോകുന്ന റോഡാ. സ്ഥിരം പോകുന്ന റോഡാണല്ലേ? മഴയുള്ള സമയത്ത് വേറെ റൂട്ട് ഉണ്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്? പിന്നെ അതിലേ വളഞ്ഞു പോകണം. ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? മാക്സ് കണ്ണൂർ. മാക്സ് കണ്ണൂർ. അത് എന്തിന്റെ ഷോപ്പാ? പൗഡർ കോട്ടിങ് അല്ലേ? ഇങ്ങോട്ട് ഒരുപാട് കമ്പനികളില്ലേ? മൈദ കമ്പനി, ബേക്കറി, അതൊക്കെ വരുന്നില്ല അല്ലേ? പ്ലാസ്റ്റിക് അല്ലേ? അപ്പോൾ എന്നാലും ദിവസം എത്ര ആൾക്കാർ പോകുന്നുണ്ടാവും? ഡെയിലി ഇങ്ങനെ ആൾക്കാർ പോകുന്ന റോഡ് തന്നെയല്ലേ ഇത്? കുറേ ഹിന്ദിക്കാരായിട്ടും ഈ കമ്പനി ഇവിടെ വെച്ച് മൊത്തം കമ്പനികളാണ്. അധികം കടയിൽ പോയിട്ട് വരുന്നവരും എല്ലാം ഇതിൽ തന്നെയാണ് പോവുക. പ്രത്യേകിച്ച് ഈ ചളിയിലെ കൂടി തന്നെ പോവാം, വേറെ വഴിയില്ല അല്ലേ? വഴിയെല്ലാം പിന്നെ അപ്പുറത്തേക്ക് കൂടി പോവാം. ഇപ്പൊ ഡെയിലി നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരം ഇതിലൂടെ യാത്ര പോകേണ്ടി വരുന്നില്ലേ അല്ലേ? നമുക്ക് വിഷമമുണ്ട് അല്ലേ? എത്രയും വേഗം ഇതിനൊരു പരിഹാരം വരുന്നില്ല അല്ലേ? അതായത് ആൾക്കാർ കാണുന്ന സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇതുപോലെ കുറച്ച് ഉള്ളിലോട്ട് ആൾക്കാർ ഡെയിലി പോകുന്ന സ്ഥലമായിട്ടും കൂടി അത് ആരും ശ്രദ്ധയിൽ വരുന്നില്ല അല്ലേ? ആരും മെനക്കെടുന്നില്ല വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിപ്പോ അവരെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൊഴിലുറപ്പ് വൃത്തിയാക്കുന്നു, ഈ ഭാഗം തൊഴിലുറപ്പും വരുന്നില്ല. ഇഷ്ടംപോലെ പക്ഷെ എന്തോ പെട്ടുപോയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരാളെ കാണൂല്ല ഇടുന്നു ഈ വളവെന്ന്. ഇപ്പോൾ കുറേ വർഷമായിട്ട് ഇങ്ങനെയുണ്ടോ ഇങ്ങോട്ടില്ല. പക്ഷേ ഇപ്പാണ് ഈ ഒരു 5-6 കൊല്ലമായിട്ടാണ് ഇതേപോലെ ഇങ്ങനെ ഒരു ചളി കാണുന്നത്. പണ്ടെല്ലാം ഉണ്ടായിരുന്നു. 5-6 വർഷമായി അല്ലേ? ആയി തോന്നുന്നു അല്ലേ? നമ്മളിത് വന്നപ്പോൾ മുതലേ കാണുന്നില്ലേ? ആയി തോന്നുന്നു. പിന്നെ ചളി ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തന്നെ നടക്കാൻ ഇതിലെ കൂടി. മഴ ഇതിപ്പോ വേഗം തന്നെ സന്ധ്യ ആവാത്തോണ്ട് വലിയ വിഷയമില്ല. പെട്ടെന്ന് ഇരുടാവുന്ന ആ ഒരു കാലാവസ്ഥ മാറുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഇവിടെ വരാൻ വേണ്ടിയിട്ട്? മഴയത്ത് ഇങ്ങനെ ഒഴുകി പോകേണ്ട സംവിധാനം ഇവിടെ ഉണ്ടോ? അത് അതിലെ കൂടി ഒരു ഹോൾസ് ആക്കിയിട്ടുണ്ട്. ഇവരെല്ലാം കൂടി ഞാൻ തോന്നിട്ടുണ്ട് അവര് തന്നെയാന്ന് തോന്നുന്നു ഹോൾസ് ആക്കി. ഹിന്ദിക്കാരാക്കിയതാ? ഹിന്ദിക്കാരൻ വഴി പോകുമ്പോ വഴി പോകുന്നവര് ഇങ്ങനെ ആക്കി കൊടുത്തതാണ്. പിന്നെ കച്ചറി എല്ലാം ഇതും കൊണ്ടിട്ടിട്ട് നീറ്റില്ല. സൈഡ് മുഴുവൻ ഇങ്ങനെയുള്ള സൈഡ് മുഴുവൻ പാമ്പേഴ്സ്, മറ്റേ ചെരുപ്പ്, തുണിക്കെട്ട് എല്ലാം കൊണ്ടിടുന്നുണ്ട്. ആരാ കൊണ്ടിടുന്നത്? ഇപ്പൊ നമ്മള് രാവിലെ പണിക്ക് പോകുമ്പോൾ കാണും. രാത്രി എങ്ങനെ ആയിരിക്കും ആരെങ്കിലും കൊണ്ട് ഇങ്ങനെ ബോക്സ്, പെട്ടി, ഇങ്ങനെ വീട്ടിൽ വേണ്ടാത്ത സാധനം തേച്ചു സൈഡിൽ. അത് ഈ ഭാഗത്ത് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വീട്ടുകാർക്ക് വേണ്ടാത്ത സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ട് മാറി നടത്തും ഈ ഒരു ഏരിയ അല്ലേ? ഇതാരും തിരിഞ്ഞു നോക്കുന്നില്ല, ഇങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷെ എത്ര ആൾക്കാര് അത്രയും തിങ്ങി നിറഞ്ഞ് ജോലി ചെയ്യുന്നൊരു സ്ഥലമായിട്ടും കൂടി ആരും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലേ? ചളിയും അഴുക്കുകളും നിറഞ്ഞ വഴിയിലൂടെ ചെറിയ കുട്ടികൾ നടന്നു പോകുന്ന കാണുമ്പോൾ തന്നെ വളരെയധികം സങ്കടം തോന്നുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ ഇത്തരമൊരു ദുരിതം നേരിടേണ്ടി വരുന്നത് വേദനാജനകം തന്നെയാണ്. നല്ല റോഡും സുരക്ഷിതമായ യാത്രയും ഓരോ കുട്ടിയുടെയും അവകാശമാണ്. ബഹുമാനപ്പെട്ട ആന്തൂർ മുനിസിപ്പാലിറ്റി അധികാരികളെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഒരുപാട് തവണ നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു മുനിസിപ്പാലിറ്റി അല്ലേ ആന്തൂർ മുനിസിപ്പാലിറ്റി? അതിൻ്റെ പരിസരത്തായി ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്നുള്ളത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എനിക്ക് നിങ്ങളോട് ഒരേ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം. ജനങ്ങളുടെ ഈ അഭിപ്രായം നിങ്ങൾ മാനിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊന്ന് ശരിയാക്കി നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ വാഹനങ്ങളിൽ നിന്നും വേസ്റ്റ് പുറത്തേക്ക് വലിച്ചെറിയാറുണ്ടത്രേ. അതുകൊണ്ട് ഇവിടെ ഒരു CCTV അനിവാര്യം തന്നെയാണ്. മാലിന്യങ്ങൾ സമയബന്ധിതമായി നീക്കം ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള പൊതുസ്ഥലങ്ങൾ വളരെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളണം എന്ന് തന്നെയാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.